ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania. ഒരു യൂസർ ഇൻ്റർഫേസ് ഡിസൈനറോ അല്ലെങ്കിൽ ഒരു ഗ്രാഫിക് ഡിസൈനറോ ഒക്കെ തന്നെ അവരുടെ ഡിസൈൻ ക്വാളിറ്റി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ നിരന്തരമായിട്ടുള്ള റിസർച്ചിങ്, നിരന്തരമായിട്ടുള്ള ഡിസൈനിങ്ങിൽ നമ്മൾ നോക്കിക്കാണുന്ന കാഴ്ചപ്പാട്, അതുപോലെ തന്നെ നിരന്തരമായി ഡിസൈൻ ചെയ്യുക, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ഡിസൈൻ ക്വാളിറ്റി ഒരു ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലേക്ക് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് നമ്മൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിലെ എമ്പാടുമുള്ള വൻകിട കമ്പനികൾ അവരുടെ ഡിസൈൻസുകൾ ചെയ്യുന്നത് എങ്ങനെ, അവരുടെ ഡിസൈൻ സ്റ്റാൻഡേർഡ് എങ്ങനെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരുടെ ഓവറാൾ ഡിസൈൻ ഗൈഡ് ലൈൻസ് പോകുന്നത് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് അവർ ഫോളോ ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് അവർ പ്രിപ്പയർ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ നോക്കിക്കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഡിസൈനർ എന്ന നിലയിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഒരു ഡിസൈൻ സ്റ്റാൻഡേർഡ് അഥവാ ഒരു ഡിസൈൻ ക്വാളിറ്റി ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കുന്ന ഒരു വെബ്സൈറ്റാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അതാണ് styleguides.com എന്ന് പറയുന്നൊരു വെബ്സൈറ്റ്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാഫിക് ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾക്കുണ്ടെങ്കിൽ ദയവേത് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം അത് ചാനലിൻ്റെ വാച്ച് ഓവർ കൂട്ടാനോ അല്ലെങ്കിൽ ചാനലിൻ്റെ പബ്ലിസിറ്റി കൂട്ടാനോ അല്ല, മറിച്ച് ഒരു ഗ്രാഫിക് ഡിസൈനർ എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും കേരളത്തിലെ എല്ലാ ഗ്രാഫിക് ഡിസൈനേഴ്സും ഈ ഒരു മെത്തേഡ് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമ്മൾ നിരന്തരമായിട്ടുള്ള നമ്മുടെ ഡിസൈൻ പാറ്റേണിൽ നിന്നും എങ്ങനെയാണ് ഒരു ഇൻ്റർനാഷണൽ എക്സ്പോഷറിലേക്ക് നമ്മൾ മാറുന്നത്, ഒരു ഇൻ്റർനാഷണൽ എക്സ്പോഷറിലുള്ള ഒരു ബ്രാൻഡിനെ എങ്ങനെയാണ് പെട്ടെന്ന് പഠിച്ചെടുക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ, അതായത് ഈ ഒരു വെബ്സൈറ്റ് ചിലപ്പോൾ നിങ്ങളെ സഹായിച്ചേക്കും. ഓക്കെ, അതായത് എന്താണ് styleguides.com എന്ന് പറയുന്നൊരു വെബ്സൈറ്റിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകമെമ്പാടുമുള്ള വൻകിട പല കമ്പനികളുടെയും സ്റ്റൈൽ ഗൈഡ്സ്, അതായത് സ്റ്റൈൽ ഗൈഡ്സ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അഥവാ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ പറയുകയാണ്, അഥവാ ഒരു തുടക്കക്കാരനാണെങ്കിൽ പറയുകയാണ്, ഒരു സ്റ്റൈൽ ഗൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രാൻഡിങ്, ഒരു കമ്പനിയുടെ ഫുൾ ഡിസൈൻ ആസ്പദമാക്കിയിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ ലോഗോ, അവരുടെ കളേഴ്സ്, അവരുടെ ടൈപ്പോഗ്രാഫി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിച്ചു കൂടാ എന്നുള്ള എല്ലാ കാര്യങ്ങളും മുൻകൂർ തന്നെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചൊരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കുന്നു. ആ ഡോക്യുമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ലോകത്ത് ആര് ഡിസൈൻ ചെയ്താലും, ലോകത്തിൻ്റെ ഏത് മൂലയിലിരുന്ന ഡിസൈനർ അത് ഡിസൈൻ ചെയ്താലും അത് വളരെ കൃത്യമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രയോജനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ലോകത്തിലെ വളരെ ടോപ്പായിട്ടുള്ള മികച്ച കമ്പനികളുടെ സ്റ്റൈൽ ഗൈഡ്സുകൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. അതിനൊരു വളരെ നല്ല സഹായിക്കുന്നൊരു വെബ്സൈറ്റാണ് ഈ ഒരു styleguides.com എന്ന് പറയുന്നൊരു വെബ്സൈറ്റ്. ഇവിടെ നിങ്ങൾ വന്നുകൊണ്ട് നല്ല മികച്ച കമ്പനികളുടെ എല്ലാം നമ്മളിവിടെ നിന്ന് സ്റ്റൈൽ ഗൈഡ്സ്, ഒരുപാട് സ്റ്റൈൽ ഗൈഡ്സ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയും അവരെങ്ങനെയാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് കണ്ടുപഠിക്കുകയും വേണം. ഈ ഒരു വെബ്സൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് സ്റ്റൈൽ ഗൈഡ്സുകൾ വെറുതെ ഇട്ടേക്കുകയല്ല, മറിച്ച് നിങ്ങൾക്ക് ടോപ്പിലേക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നല്ല രീതിയിലുള്ള ഒരു ഫിൽറ്റർ സ്റ്റൈൽ അവർ തരുന്നുണ്ട്. അതായത് ഒരു കമ്പനിയുടെ ഫസ്റ്റ് ലെറ്റർ തുടങ്ങുന്നത് ഏത് ലെറ്ററിലാണ്, ഇപ്പോൾ ഇവിടെ ആൽഫബറ്റിക്കലി തന്നിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ എ തുടങ്ങുന്ന ഒരു കമ്പനിയാണെങ്കിൽ എയിൽ ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കമ്പനികളുടെ ലിസ്റ്റ് കിട്ടും. അങ്ങനെ ആൽഫബറ്റിക്കലി നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ലാംഗ്വേജ് ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ ഇംഗ്ലീഷ് വേണമെങ്കിൽ ഇംഗ്ലീഷ്, അല്ലെങ്കിൽ അറബിക്ക് വേണമെങ്കിൽ അറബിക്, അങ്ങനെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലാംഗ്വേജ് വഴി, അതുപോലെ തന്നെ ഇയർ ഓഫ് പബ്ലിക്കേഷൻ, ഏത് വർഷത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള സ്റ്റൈൽ ഗൈഡ്സ് വേണം എന്നുള്ളതൊക്കെ ഇവിടെ ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ എത്ര പേജ് ഉണ്ടായിരിക്കണം, ഓരോ പേജ് ബൈ പേജായിട്ടാണ് പലരും ഉണ്ടാക്കുന്നത്. ആ പേജുകൾ പല വലിയ കമ്പനികളുടെയും ബ്രാൻഡിങ് സ്റ്റൈൽ ഗൈഡ്സ് എടുത്തു നോക്കിയാൽ 100-100 പുറത്ത് ഒരുപാട് പേജുകൾ ഉള്ളതായിട്ടുള്ള നിങ്ങൾക്ക് വലിയ സ്റ്റൈൽ ഗൈഡ്സുകൾ കാണാൻ പറ്റും. അപ്പോൾ എത്ര പേജസ് ഉള്ളത് വേണമെന്ന് പോലും ഇവിടെ നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതാണ് മറ്റൊരു പ്രത്യേകത. അതുപോലെ തന്നെ ടോപ്പിൽ കൺട്രീസ് ഉണ്ട്, ഏത് കൺട്രീസിലുള്ള കമ്പനികൾ വേണം എന്നുള്ളത് പർട്ടിക്കുലറി കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഇന്ത്യ വേണമെങ്കിൽ ഇന്ത്യ, അല്ലെങ്കിൽ USA വേണമെങ്കിൽ USA, അങ്ങനെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കൺട്രി വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് അങ്ങനെ എടുക്കാം. അതുപോലെ തന്നെ ടാക്സ് ഉണ്ട്. ടാക്സിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ടൈപ്പ് കമ്പനിയുടെ ബ്രാൻഡിംഗ് ആണ് നോക്കാൻ പോകുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഇവൻറ്റ് മേക്കിംഗ് കമ്പനി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ആയിക്കോട്ടെ, അതൊക്കെ തന്നെ ഇവിടെ വന്ന് നമുക്ക് ഒരു പർട്ടിക്കുലർ ടാഗ് വഴി സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കൂടാതെ ഒരു പർട്ടിക്കുലർ നമുക്ക് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് നേരിട്ട് സെർച്ച് ചെയ്യണമെങ്കിൽ ഒരു കോമൺ സെർച്ച് ഏരിയ ഉണ്ട്. ഇത്രയും വലിയൊരു ഫിൽറ്ററിങ് ഏരിയ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ വളരെ പ്രയോജനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിവേ ഈ ഒരു പർട്ടിക്കുലർ വിഷയത്തിൽ നിങ്ങൾക്ക് വന്ന് ഒരു കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയണമെങ്കിൽ അത് തന്നെ വന്ന് നിങ്ങൾക്ക് നേരിട്ട് ഫിൽറ്റർ ചെയ്തെടുക്കാം. അതല്ലാത്ത പക്ഷം നിങ്ങളിവിടെ വന്ന് താഴേക്ക് നോക്കിയാലും ഒരുപാട് കമ്പനികളുടെ നേരിട്ട് തന്നെ അവരിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓരോ കമ്പനികളും നിങ്ങൾക്ക് സമയം കിട്ടുന്നതനുസരിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യകത അനുസരിച്ചിട്ട് ഇതിൽ വന്നുകൊണ്ട് ഈ കമ്പനിയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക.
ഈ കമ്പനിയുടെ ഈ ഒരു പേജിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ സ്റ്റൈൽ ഗൈഡ്സ് കിട്ടുന്ന സ്റ്റൈൽ ഗൈഡിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നൊരു പേജിലേക്ക് പോകും. ആ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലാംഗ്വേജ്, അത് എന്നാണ് പബ്ലിഷ് ചെയ്തത്, അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങൾ കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ തരുന്നുണ്ട്. അതിൻ്റെ തന്നെ വെബ് ഗൈഡ് ലൈൻസ് വേണമെങ്കിൽ അതിൻ്റെ വെബ് ബേസ്ഡ് ആയിട്ടുള്ള URL, അതായത് ആ കമ്പനിയുടെ വെബ് ബേസ്ഡ് ആയിട്ട് അവർ ഓൾറെഡി തന്നിരിക്കുന്ന ആ ഒരു വെബ് URL കാണണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. അതല്ല PDF ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ വന്നതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ ഇൻ ചെയ്യാൻ ചോദിക്കും. അതിനകത്ത് നിങ്ങളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തുകൊണ്ട് നിങ്ങൾക്കൊരു മെയിൽ ID വെച്ച് നിങ്ങൾക്ക് ഇതിനകത്തൊരു അക്കൗണ്ട് ഉണ്ടാക്കാം. ഞാനും തൽക്കാലം ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് ഇതിനകത്ത് ആദ്യം തന്നെ ഒന്ന് ലോഗിൻ ചെയ്യാം. ഓക്കെ, നമുക്ക് യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡൗൺലോഡ് PDF എന്നുള്ളത് ആക്റ്റീവ് ആവും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റൈൽ ഗൈഡ് PDF ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി തരും. ഓക്കെ, അപ്പോൾ ഇവിടെ PDF ഡൗൺലോഡ് ആവുന്നുണ്ട്. ഇത്തരത്തിൽ എല്ലാ മികച്ച കമ്പനികളുടെയും നല്ലൊരു ലിസ്റ്റ് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ എടുക്കേണ്ടതുണ്ട്. അത്തരത്തിൽ മികച്ച കമ്പനികളുടെ ഇൻ്റർനാഷണലി വളരെ ബ്രാൻഡിങ്ങിൽ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള നല്ല കുറേ കമ്പനീസുകൾ നമ്മൾ ആദ്യം കണ്ടെത്തണം. ഈ കമ്പനീസുകൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് സെർച്ച് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ വന്ന് പേജ് വഴിയോ ഒക്കെ തന്നെ നിങ്ങൾക്ക് ആ കമ്പനികളുടെ ബ്രാൻഡിങ് സ്റ്റൈൽ ഗൈഡ് എടുക്കണം. അത് ഡൗൺലോഡ് ചെയ്ത് നിർബന്ധമായിട്ടും ഇത്തരത്തിലുള്ള കമ്പനികളുടെ ഈ ഒരു സ്റ്റൈൽ ഗൈഡ്സ് നമ്മൾ നോക്കി പഠിക്കണം. ഒരുപാട് കമ്പനികളുടെ. അത് യൂസർ എക്സ്പീരിയൻസിൽ മാത്രം നിൽക്കുന്നവരോട് പറയാനുള്ളത്, യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഡിസൈനിങ്ങിൻ്റെ ഒരു സൈഡാണ്. പക്ഷേ അതിൻ്റെ പല ആൾക്കാരും അതിൻ്റെ ഇൻ്റർഫേസ് അല്ലെങ്കിൽ അതിൻ്റെ ബ്രാൻഡിങ് സൈഡ് ഒരുപാട് നോക്കാതെ പോകുന്ന ഒരുപാട് UXകാരെ ഞാനിപ്പോൾ കാണുന്നുണ്ട്. അവരോടൊക്കെ പറയുന്നത് ഇത്തരത്തിലുള്ള വലിയ കമ്പനികളുടെ ബ്രാൻഡിങ് സ്റ്റൈൽ ഗൈഡ്സ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഫോളോ ചെയ്യണം. കാരണം നമ്മുടെ എക്സ്പീരിയൻസ് ഡിഫൈൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു കമ്പനിക്ക് പ്രോപ്പറായിട്ടൊരു ബ്രാൻഡിങ്ങും ഒരു സ്റ്റൈൽ ഗൈഡ്സും അതിൻ്റെ ഡിസൈൻ ഔട്ട്ലുക്കിനും വളരെയേറെ പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അതിന് നമ്മളെ സഹായിക്കുന്ന ഈ ബ്രാൻഡിങ് ഗൈഡ് ലൈൻസ് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഓരോ സെക്ഷൻസുകളും എടുത്തെടുത്ത് നോക്കാം. അതിലെങ്ങനെയാണ് അവർ അതിൻ്റെ ബ്രാൻഡിങ് കൊടുത്തിരിക്കുന്നത്, എന്തൊക്കെ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റാർബക്സിൻ്റെ ലോഗോ കൊടുത്തു കഴിഞ്ഞാൽ ലോഗോ ഏതെല്ലാം രീതിയിൽ കൊടുത്തുകൂടാ, ഏതൊക്കെ രീതിയിൽ കൊടുക്കണം, എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, അതിൻ്റെ കളേഴ്സുകൾ എവിടെയൊക്കെ ഉപയോഗിക്കാം, ഏതൊക്കെ രീതിയിൽ ഉപയോഗിച്ചുകൂടാ, ഇങ്ങനെ ഓരോ കാര്യങ്ങളും അവരിങ്ങനെ തരുന്നത് കാണാം. അപ്പോൾ നമ്മളും ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ബ്രാൻഡിങ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ചെയ്യുമ്പോൾ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ക്വാളിറ്റികൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അല്ലാതെ സാധാരണ നിലയിലുള്ള ഒരു ടിപ്പിക്കലായിട്ട് നമുക്കൊരു സൈറ്റിൻ്റെയോ മറ്റു വർക്ക് വന്നാൽ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ റിബിളിൽ സെർച്ച് ചെയ്യുക, ഇഷ്ടമുള്ളൊരു പാറ്റേൺ ഇങ്ങോട്ട് എടുക്കുക, അത് അതേപോലെ കണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, അങ്ങനെയുള്ളൊരു ടിപ്പിക്കൽ മെത്തേഡൊക്കെ തന്നെ നമുക്ക് മാറ്റി എടുക്കണം. നമുക്കൊരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് നല്ല രീതിയിലുള്ളൊരു എക്സ്പോഷർ ആഗ്രഹിക്കുന്നു, നല്ല ലെവലിലേക്ക് ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നൊക്കെയുള്ള ഡിസൈനേഴ്സ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സ്റ്റൈൽ ഗൈഡ് പ്രിപ്പയർ ചെയ്തും സ്റ്റൈൽ ഗൈഡ് നല്ല രീതിയിൽ റിവ്യൂ ചെയ്തും പഠിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പർട്ടിക്കുലർലി ഡിസൈൻ ചെയ്ത് ശീലിക്കണം. ഇത്തരത്തിലൊരു ക്വാളിറ്റി ഉള്ള ഡിസൈനേഴ്സിന് അവരെ ഡിസൈൻ ചെയ്തെടുക്കുന്ന ഔട്ട്പുട്ടിലും ഓട്ടോമാറ്റിക്കലി നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ ഈ ഒരു ക്വാളിറ്റി, ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡുകളിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു സ്റ്റൈൽ ഗൈഡ്സിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഓരോ ഡിസൈനേഴ്സിനും വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇത്രത്തോളം ലോകത്തിലെ മികച്ച കമ്പനികളുടെ സ്റ്റൈൽ ഗൈഡ്സ് നമുക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് നമ്മുടെ മുമ്പിലുള്ളപ്പോൾ ആ വെബ്സൈറ്റ് അറിയാതിരിക്കുന്നതും അതുവഴി ഒരുപാട് സ്റ്റൈൽ ഗൈഡുകൾ ഡൗൺലോഡ് ചെയ്ത് പഠിക്കാതിരിക്കുന്നതും അത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു മോശമായ ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് ഈ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ ഡിസൈനേഴ്സിൻ്റെ ഇടയിൽ ദയവ് ചെയ്തൊന്ന് എത്തിക്കണം. ഇതുപോലെ നിരന്തരമായിട്ട് നല്ല കമ്പനികളുടെ ലിസ്റ്റ് എടുത്ത് അവരുടെ സ്റ്റൈൽ ഗൈഡ്സ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിരന്തരമായി നോക്കുക, ഫോണ്ടുകൾ പഠിക്കുക, അവരുടെ കളറുകൾ പഠിക്കുക, അതെങ്ങനെ ഉപയോഗിക്കുന്നില്ല എന്നുള്ള എല്ലാ കാര്യങ്ങളും നോക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്കും നമ്മുടെ ഡിസൈൻ സ്റ്റാൻഡേർഡിൽ അറിയാതെ ഒരു മാറ്റം വരുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു brandingstyleguides.com എന്നുള്ള വെബ്സൈറ്റ് എല്ലാ ഡിസൈനേഴ്സിനും ഒരുപാട് ഹെൽപ്പ് ചെയ്യട്ടെ. നിങ്ങളുടെ ഒരു ഡിസൈൻ ക്വാളിറ്റി ഒരു ലെവലിൽ നിന്നും അടുത്ത ലെവലിലേക്ക് പോകാൻ വേണ്ടി സഹായിക്കട്ടെ. ഓക്കെ, അപ്പോൾ താങ്ക് യു ഡിസൈനേഴ്സ്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഡിസൈനേഴ്സായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ എന്തായാലും ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആകുന്ന മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഗൈസ്.